ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന സ്പീച്ചാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് നോക്കാം. വെൻ പീപ്പിൾ കം ടുഗെദർ ഫോർ എ കോസ്, ഗ്രേറ്റ് തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ്. ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നേടാൻ നമ്മളെ കൊണ്ട് പറ്റും. ഡോണ്ട് യു എഗ്രി? ഇത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ദർ ആർ ന്യൂമറസ് എക്സാമ്പിൾസ് ഫോർ ദിസ് ഇൻ ഹിസ്റ്ററി. ഒരുപാട് പേര് ഒന്നിച്ച് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തതിന് ഒരുപാട് എക്സാമ്പിൾസ് ഹിസ്റ്ററി തന്നെ ഉണ്ട്. കെൻ യു മെൻഷൻ എ ഫ്യൂ ഓഫ് ദം? അതിൽ കുറച്ച് മെൻഷൻ ചെയ്യാമോ? അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മളുടെ ഫ്രീഡം, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതായിരിക്കും അല്ലേ? യെസ്, അവർ നേഷൻ ബിക്കം ഫ്രീ ബിക്കോസ് ഓഫ് ദ യുണൈറ്റഡ് എഫേർട്സ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്, ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഫ്രീഡം നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്നത്, അന്ന് നമ്മൾക്ക് ഫ്രീഡം കിട്ടിയത് എന്താണ്? കുറേ പേരുടെ, അതായത് രാജ്യത്തിലെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളുടെ എഫേർട്സ് കൊണ്ടാണ്. ലെറ്റ്സ് ലിസൺ ടു ജവഹർലാൽ നെഹ്റു സ്പീച്ച് ഓൺ ദ മൊമെന്റസ് ഒക്കേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ മൊമെന്റിൽ, ആ ഒരു സമയത്ത് പറഞ്ഞ സ്പീച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോമിസ്. ഓക്കെ, വിത്ത് ഡെസ്റ്റിനി. ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ. ഫ്യൂച്ചറിന് കൊടുത്ത ഒരു പ്രോമിസ്, നമ്മുടെ ഭാവിക്ക് കൊടുത്ത ഒരു പ്രോമിസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫേറ്റ്, നമ്മുടെ ഒരു നമ്മുടെ വിധി. അതിനെയാണ് ഈ ഡെസ്റ്റിനി എന്ന് പറയുക. നമ്മുടെ ഫ്യൂച്ചർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ വിധി, ഫേറ്റ് ആവാം. ഇതിന് കൊടുത്തൊരു പ്രോമിസ്, അതിനെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. Prime Minister Jawaharlal Nehru's address to the Constituent Assembly on the eve of India's independence. ഫോമർ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നതിനായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എഴുതുന്നതിനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, ആ ഒരു ആളുകൾക്ക് വേണ്ടിയിട്ട് അവരിനോട് പറഞ്ഞ ഒരു സ്പീച്ചാണ് ഇത്. ഓക്കെ, അഡ്രസ് ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് പറഞ്ഞ സ്പീച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാണ്? ഓൺ ദ ഈവ് ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തലേ ദിവസം, ഓഗസ്റ്റ് 15, 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ? അതിന്റെ തലേ ദിവസം, ആ ഒരു അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 14, 1947 പറഞ്ഞ സ്പീച്ചാണ് ഇത്. നോക്കാം. ലോങ് ഇയേഴ്സ് എഗോ വി മേഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു ട്രസ്റ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് പ്രോമിസ്. ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. ആർക്ക്? വിധി, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. എന്താണ്? ആൻഡ് നൗ ദ ടൈം കംസ് വെൻ വി ഷാൽ റിഡീം അവർ പ്ലഡ്ജ്. ഇപ്പോ സമയമായേക്കാണ്. എന്തിന്റെ സമയമാണ്? വി ഷാൽ റിഡീം. റിഡീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസ് നടപ്പിലാക്കാനായിട്ടുള്ള, ഓക്കെ, ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണമല്ലോ, അത് ചെയ്യാനുള്ള ആ ഒരു സമയമായേക്കാണ്. റിഡീം അവർ പ്ലഡ്ജ്. പ്ലഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീരിയസ് എഗ്രിമെന്റ്, ആ ഒരു പ്രോമിസ്, ഓക്കെ, നടപ്പിലാക്കാനുള്ള ആ ഒരു സമയമായേക്കാണ്. നോട്ട് ഹോൾലി ഓർ ഇൻ ഫുൾ മെഷർ. ഹോൾലി അല്ല, അതായത് കംപ്ലീറ്റ് ആയിട്ടുമല്ല, ഓക്കെ, അല്ലെങ്കിൽ ഫുള്ളായിട്ടല്ല, ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി. സബ്സ്റ്റാൻഷ്യലി മീനിങ് കുറേയൊക്കെ, ഏറെക്കുറെ, ഓക്കെ, ആ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക ടൈം വന്നേക്കുകയാണ്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി 12 മണിക്ക്, രാത്രി 12 മണിയാണ് കേട്ടോ. ഓക്കെ, വെൻ ദ വേൾഡ് സ്ലീപ്സ്, അതായത് വേൾഡിലെ മറ്റുള്ള ആളുകളെല്ലാവരും, ഈ ലോകത്തിലെ മറ്റുള്ളവരെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇന്ത്യ ഉണർന്നിരിക്കുകയാണ്. എങ്ങോട്ടാ? ടു എ ന്യൂ ലൈഫ്. അതായത് ഫ്രീഡം, അതായത് ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള പുതിയൊരു ജീവിതത്തിലേക്ക് മറ്റുള്ളവരെല്ലാം, വേൾഡ് ഫുൾ ഉറങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവേക്ക് എന്ന് പറഞ്ഞാൽ ടു വേക്കപ്പ്, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വൺ. A moment comes which comes but rarely in history. When we step out from the old to the new, when an age ends
and when the soul of a nation long suppressed finds utterance. A moment comes. അതായത് ഇത് ഒരു റെയർ മൊമെൻ്റ് ആണ്. ഓക്കെ, ഒരു മൊമെൻ്റ്, ഒരു ടൈം വന്നേക്കാണ്, വിച്ച് കംസ് ബട്ട് റെയർലി ഇൻ ഹിസ്റ്ററി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റെയർ ആണ്, ഹിസ്റ്ററിയിൽ വളരെ റെയർ ആയിട്ട് വരുന്നൊരു മൊമെൻ്റ് ആണ്. വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദ ഓൾഡ് ടു ന്യൂ, അതായത് നമ്മൾ പഴയ കാലത്തിൽ നിന്ന്, പണ്ടെന്ന് പറഞ്ഞാൽ സ്ലേവറി അല്ലേ, അതിൽ നിന്നൊക്കെ ടു ദ ന്യൂ, പുതിയ ഒരു കാലത്തിലേക്ക്, ഫ്രീഡം എന്നുള്ളതിലേക്ക് കടന്നിക്കാണ്. ഓക്കെ, വെൻ ആൻ ഏജൻസ് ആൻഡ് വെൻ ദ സോൾ ഓഫ് എ നേഷൻ ലോങ് സപ്രസ്ഡ് ഫൈൻഡ്സ് അറ്ററൻസ്. ഇവിടെ എന്താ ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പുതിയ ആ ഒരു ലൈഫാണ് തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് വർഷങ്ങൾ സൈലന്റ് ആയിട്ടിരുന്ന ഇന്ത്യ അല്ലെ, സപ്രസ്ഡ്, എല്ലാം അടിച്ചമർത്തപ്പെട്ട് ഇങ്ങനെ എല്ലാം അടക്കി വച്ചിരുന്ന ഇന്ത്യ ഫൈനലി എന്താണ്, ഫൈൻഡ്സ് അറ്ററൻസ്. അറ്ററൻസ് എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് ഔട്ട്, എല്ലാം പറയാൻ പോവാണ്, എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്. അപ്പോൾ സപ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൺട്രോൾഡ് ആയിട്ടെല്ലാം എന്താ പറയുക, അമർത്തി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാവില്ലേ, സപ്രസ്, കൺട്രോൾ ചെയ്ത് വെക്കുന്നത്, അതെല്ലാനും പുറത്തേക്ക് അറ്റർ ചെയ്യാൻ പോവാണ്, എക്സ്പ്രസ് ചെയ്യാൻ പോവാണ് എന്നാണ് അർത്ഥം. It is fitting that at this solemn moment we take the pledge of dedication to the service of India and her people and to the still larger cause of humanity. It is fitting. Fitting എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ suitable. ഓക്കെ, സ്യൂട്ടബിൾ ആണ്. എന്താ, അറ്റ് ദ സോളം മൊമെന്റ്, അതായത് ഈ ഒരു സീരിയസ് ആയിട്ടുള്ള സമയം, അല്ലെങ്കിൽ ഈ ഒരു എല്ലാവരും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സമയത്ത്, വി ടേക്ക് ദ പ്ലഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ ടു ദ സർവീസ് ഓഫ് ഇന്ത്യ. നമ്മൾ പ്ലഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോമിസ് ചെയ്യാണ്, എന്തിനാണ്, ടു സർവീസ് ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ നമ്മൾ സെർവ് ചെയ്യണം, സർവീസ് കൊടുക്കണം നമ്മുടെ രാജ്യത്തിന്. ആൻഡ് ഹെർ പീപ്പിൾ, രാജ്യത്തിന് മാത്രമല്ല രാജ്യത്തുള്ള ആളുകൾക്കും, സോറി, ആൻഡ് ടു ദ സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി. അതായത് ആളുകൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും സർവീസ് കൊടുത്താൽ പോരാ, നമ്മുടെ ആളുകളുടെ, അതായത് ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും, എല്ലാ മനുഷ്യന്മാരും, അവരുടെ എന്താ പറയുക, ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യണം. At the dawn of history, India started on her unending quest, and trackless centuries are filled with her striving and the grandeur of her success and. At the dawn of history, India started on her unending quest. Dawn of history എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the very beginning of history, ഹിസ്റ്ററിയുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്. ഇന്ത്യ ഒരു അൺഎൻഡിങ് ക്വസ്റ്റ്, അതായത് ഒരിക്കലും തീരാത്ത, നെവർ എൻഡിങ്. ഓക്കെ, ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച്. ഓക്കെ, ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ആൻഡ് ട്രാക്ലെസ് സെഞ്ചുറീസ്. ട്രാക്ലെസ് സെഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലങ്ങളിൽ നമ്മൾക്കൊരു എത്ര എണ്ണം ഉണ്ട്, എങ്ങനെയുണ്ട്, പണ്ടത്തെ ആ ഒരു ഇത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഫ്രീഡം കിട്ടുന്നതിന് മുമ്പുള്ളത് ഒരു ട്രാക്ലെസ് ആയിട്ട് കിടക്കുകയാണ്, നമുക്കത് കൗണ്ട് ചെയ്യാനോ ട്രേസ് ചെയ്യാനോ പറ്റാത്ത കുറെ സെഞ്ചുറീസ് കടന്നുപോയി. ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ് ആൻഡ് ഗ്രാൻഡ്യൂർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്. അതെല്ലാം ഫിൽഡ് ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? അതെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് സ്ട്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുക്കുക, ഹാർഡ് എഫേർട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് സ്ട്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റ്നെസ്, ഗ്ലോറി. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ തുടക്കം മുതലേ ഇന്ത്യയുടെ ഒരിക്കലും തീരാത്ത യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? സത്യം എന്താണ്, ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താനായിട്ട്. ഓക്കെ, നമ്മൾക്ക് ഒരുപാട് പഴയ സെഞ്ചുറി, നമുക്കത് കൗണ്ട് ചെയ്യാൻ പോലും പറ്റില്ല. ഇന്ത്യ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ്? കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരുപാട് തവണ ഫെയിൽ ആയിട്ടും ഉണ്ട്. Through good and ill fortune alike, she has never lost sight of that quest or forgot the ideals which gave her strength. Through good and ill fortune alike എന്ന് പറഞ്ഞാൽ നല്ല സമയത്തും ചീത്ത സമയത്തും, ഗുഡ് ലക്കിലും ബാഡ് ലക്കിലും, ഷീ ഹാസ് നെവർ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദറ്റ് ക്വസ്റ്റ്. അതായത് ഇന്ത്യ ഒരിക്കലും ഇന്ത്യയുടെ ആ ഒരു മെയിൻ ഗോൾ എന്തായിരുന്നു എന്ന് മറന്നിട്ടില്ലായിരുന്നു. ഫൊഗോട്ടൻ ദ ഐഡിയൽസ് വിച്ച് ഗേവ് ഹെർ സ്ട്രെങ്ത്. അതേപോലെ ഇന്ത്യക്ക് സ്ട്രെങ്ത്, ഇന്ത്യയെ സ്ട്രോങ് ആക്കി എടുത്ത ആ ഒരു സ്ട്രോങ് ബിലീവ്സും, ഇന്ത്യയുടെ കുറേ ഐഡിയൽസ് ഉണ്ടല്ലോ, ഇന്ത്യക്കാർ വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങൾ, അതൊന്നും ഇന്ത്യയുടെ നല്ല സമയത്തും ചീത്ത സമയത്തും ഇന്ത്യ മറന്നു പോയിരുന്നില്ല. We end today a period of misfortunes and India discovers herself again. ഇന്ന്
എന്താണ് നമ്മൾ നമ്മുടെ ആ ഒരു മിസ്ഫോർച്യൂൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലക്കി, അല്ലെങ്കിൽ നമ്മുടെ ബാഡ് ടൈംസ്, ചീത്ത സമയത്തിന് ഒരു എന്താ പറയുക അവസാനം കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അതെന്താണ്, നമ്മുടെ ആ ഒരു അൺഹാപ്പി പാസ്റ്റ്, നമ്മൾ സ്ലേവറി ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെല്ലാം ഒരു അവസാനം ഇന്ന് വരെയാണ്. ആൻഡ് ഇന്ത്യ ഡിസ്കവേഴ്സ് ഹെൽത്ത് സെൽഫ് അഗെയിൻ. ഇന്ത്യയുടെ ട്രൂ ഐഡൻറ്റിറ്റി, ഇന്ത്യ ശരിക്കും എന്താണ്, ഈ സ്ലേവറി ഒന്ന് എന്താ പറയുക അനുഭവിക്കേണ്ട ആളല്ല ഇന്ത്യ, അല്ലേ? ഇന്ത്യ എന്താണ് ട്രൂ ഐഡൻറ്റിറ്റി, ഇന്ത്യയുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഡിസ്കവേഴ്സ് ഹെൽത്ത് സെൽഫ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഇന്ത്യയുടെ പവർ മനസ്സിലാക്കി അത് കണ്ടുപിടിക്കാൻ പോവാണ് ഇന്ത്യ. ദ അച്ചീവ്മെൻറ്റ് വി സെലിബ്രേറ്റ് ടുഡേ ഈസ് ബട്ട് എ സ്റ്റെപ്പ്, an opening of opportunity to the greater triumphs and achievements that await us. നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ഈ ഒരു അച്ചീവ്മെൻറ്റ്, നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു അച്ചീവ്മെൻറ്റ്, നമുക്ക് കിട്ടിയ ഒരു സംഭവം ഈസ് ബട്ട് എ സ്റ്റെപ്പ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത് മാത്രമാണ്. an opening of opportunity to the greater triumphs. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുടക്കമാണ്, ഒരുപാട് അവസരങ്ങൾ. അതായത് ഗ്രേറ്റർ ട്രയംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഒരുപാട് വിജയത്തിലേക്കുള്ള, അതേപോലെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുന്നതിനുള്ള അതിനുള്ളൊരു ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് അച്ചീവ്മെൻറ്റ്സും സക്സസ്സും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു ഇൻഡിപെൻഡൻസ്, ഫ്രീഡം കിട്ടിയേക്കുന്നത്. Are we brave enough and wise enough to grasp this opportunity and accept the challenge of the future? അതായത് നമ്മൾ ഭയങ്കര ബ്രേവ്, അതേപോലെ വൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യവും നമ്മൾ നല്ല സ്മാർട്ടുമാണോ, എന്തിനാണ് ടു ഗ്രാസ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ ഇത് മുറുകെ പിടിക്കാൻ, അതൊരു മുഴുവനായിട്ട് ഉപയോഗിക്കാനായിട്ട്, ഈ ഒരു ചാൻസ് കിട്ടിയേക്കുന്നത് മുഴുവൻ ഉപയോഗിക്കാനായിട്ട്. ആൻഡ് അക്സെപ്റ്റ് ദ ചലഞ്ച് ഓഫ് ഫ്യൂച്ചർ. അതേപോലെ ഭാവിയിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇതെല്ലാനും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യമുണ്ടോ, നമ്മളതിന് സ്മാർട്ടാണോ, റെഡിയാണോ. ദെൻ ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി, അല്ലേ? ഫ്രീഡം അതേപോലെ തന്നെ പവർ കിട്ടുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ, അല്ലേ? റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് ഡ്യൂട്ടീസ് അതിൻ്റെ കൂടെ നമുക്ക് വരും. എന്താണ് ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൺ ദിസ് അസംബ്ലി. ഈ ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ ഉള്ളത് ആർക്കാണ്? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലാണ്. ഓക്കെ, എ സോവറിൻ ബോഡി റെപ്രസെൻറ്റിംഗ് ദ സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആളുകളെ എല്ലാം സോവറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ഒരു രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തെ ആളുകളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേരാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലിരിക്കുന്ന ആളുകൾ. അവർക്കാണ് ഇന്ന് ഈ ഒരു ഫ്രീഡം അതേപോലെ പവർ കിട്ടിയേക്കുന്ന ഈ ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത്. ബിഫോർ the birth of freedom, we have endured all the pains of labor, and our hearts are heavy with the memory of this sorrow. അതായത് ഫ്രീഡം കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് സ്ട്രഗിൾസും സാക്രിഫൈസസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ലൈക്ക് ദ എന്താ പറയുക, പെയിൻ എ മദർ ഫീൽസ് ബിഫോർ ഗിവിങ് ബർത്ത്. അതായത് ഒരു അമ്മ ബർത്ത് കൊടുക്കുന്നതിന്, ജന്മം കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, അല്ലേ? വി സ്റ്റിൽ റിമെമ്പർ ദറ്റ് പെയിൻ വിത്ത് സാഡ്നെസ്. അതേപോലെയാണ് നമുക്ക് ഒരുപാട് എന്താ പറയുക വിഷമം ഉള്ള കാര്യങ്ങൾ പണ്ട് ഇന്ത്യയിൽ നമ്മളെല്ലാവരും, നമ്മളല്ല നമ്മുടെ പാസ്റ്റ് ജനറേഷനിലുള്ളവരൊക്കെ സഹിച്ചിട്ടുണ്ട്. പെയിൻസ് ഓഫ് ലേബർ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഒരു ചൈൽഡ് ബർത്ത്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ സഹിക്കുന്ന വേദന. അതേപോലെ തന്നെയാണ് നമുക്ക് ഫ്രീഡം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ സഹിച്ചത്. അത് നമുക്ക് ഓർക്കുമ്പോൾ ഒരു വിഷമമാണ് ഇപ്പോഴും, അല്ലേ? സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ. അതിൽ ചില പെയിൻസ്, ചില വിഷമങ്ങൾ ഇപ്പോഴും നമുക്ക് തുടർന്ന് വേദനിക്കുന്നുണ്ട്. നെവർദലെസ് ദ പാസ്റ്റ് ഇസ് ഓവർ ആൻഡ് ഇറ്റ് ഇസ് ദ ഫ്യൂച്ചർ ദാറ്റ് ബെക്കൺസ് us now. പക്ഷേ പാസ്റ്റ് കഴിഞ്ഞു പോയി, ഇപ്പോൾ ഫ്യൂച്ചറാണ് നമ്മളെ ബെക്കൻസ് എന്ന് പറഞ്ഞാൽ കോൾസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നൗ ദ ഫ്യൂച്ചർ ഇസ് കോളിങ് us forward. നമ്മളെ ഭാവിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. That future is not one of ease or resting, but of incessant striving, so that we may fulfill the pledges we have so often taken and the one we shall take today. That future is not one of ease or resting. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇനി വരാൻ പോണ ഭാവി എന്ന് പറയുന്നത് ഭയങ്കര ഈസിയും അതുപോലെ ഭയങ്കര സമാധാനം നിറഞ്ഞതല്ല. ബട്ട് ഓഫ് ഇൻസെസൻറ്റ് സ്ട്രൈവിങ്. ഇൻസെസൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഉള്ളത്.
ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. സോ ദാറ്റ് വി മേ ഫുൾഫിൽ ദ പ്ലെഡ്ജസ് വി ഹാവ് സോ ഓഫൻ ടേക്കൺ. അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് വേണം, എന്നാൽ മാത്രമാണ് നമ്മൾ നമ്മൾ ഈ രാജ്യത്തോട് ചെയ്തേക്കുന്ന പ്രോമിസ് എല്ലാനും ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതേപോലത്തെ ഒരെണ്ണമാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് ദ മില്യൺസ് ഹു സഫർ. അപ്പോൾ എന്താ പറയുക, ഇന്ത്യയിൽ സെർവ് ചെയ്യുക എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സെർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരുപാട് മില്യൺസ് ഓഫ് ആളുകളെ, സഫർ ചെയ്യുന്ന മില്യൺസ് ഓഫ് പാവപ്പെട്ടവരെയും ആളുകളെയും സഹായിക്കുന്ന പോലെയാണ്. ഇറ്റ് മീൻസ് ദ എൻഡിങ് ഓഫ് പോവർട്ടി ആൻഡ് ഇഗ്നോറൻസ് ആൻഡ് ഡിസീസ് ആൻഡ് ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതിലെന്തൊക്കെ വരുന്നുണ്ട്? പോവേർട്ടി ഇല്ലാതാക്കുക, ദാരിദ്ര്യം ഇല്ലാതാക്കുക, ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ, അതൊക്കെ ഇല്ലാതാക്കാം. ഇൽനെസ്, അതായത് ഒരുപാട് അസുഖങ്ങൾ, ആൻഡ് അൺഫെയർനെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർ അല്ലാത്ത, ന്യായമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം ഇല്ലാതാക്കണം. ഓക്കെ, ദ അംബിഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് men of our generation has been to wipe every tear from every eye. നമ്മുടെ ഗ്രേറ്റസ്റ്റ് മെൻ, അതായത് ഇപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ്, നമുക്കിങ്ങനെ ഫ്രീഡം നേടിത്തന്ന ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ അന്നത്തെ ഒരു ആഗ്രഹം എന്തായിരുന്നു? നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ നിന്നുള്ള എല്ലാവരുടെയും കണ്ണുനീര്, എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു. ദാറ്റ് മേ ബി ബിയോണ്ട് us, ബട്ട് ആസ് ലോങ് ആസ് there are tears and suffering, so long our work will not be over. നമുക്ക് ചിലപ്പോൾ എല്ലാവരുടെയും കണ്ണുനീർ തുടച്ച് കളയാൻ പറ്റില്ല എന്നിരിക്കാം, പക്ഷേ അവസാനം വരെ ഈ ഒരു ബുദ്ധിമുട്ടെല്ലാം നിൽക്കുന്നത് വരെ, എല്ലാവർക്കും ഉള്ള വിഷമങ്ങളെല്ലാം മാറുന്നവരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ബിയോണ്ട് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല, അതാണ് ആ ബിയോണ്ട് എസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ദാറ്റ് മേ ബി ബിയോണ്ട് എസ് എന്ന് പറഞ്ഞാൽ അതാണ്, ഫുള്ളി ഇത് അച്ചീവ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക് ഹാർഡ് ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലാണ് നമ്മുടെ ഡ്രീംസ്, നമ്മുടെ സ്വപ്നത്തിന് റിയാലിറ്റി, അതായത് റിയാലിറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് അതിനെ ശരിക്കും റിയൽ ആക്കാനായിട്ട് സാധിക്കുള്ളൂ. Those dreams are for India, but they are also for the world, for all the nations and peoples are too closely knit together today for any one of them to imagine that it can live apart. അതായത് നമ്മുടെ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, വേൾഡിന് ഫുൾ വേണ്ടിയിട്ടാണ്, എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്, എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ പീപ്പിൾസ് എന്നുള്ള വാക്ക്, ഇവിടെ പീപ്പിൾസ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചർ, പല കൾച്ചറിലുള്ള, പല എത്നിസിറ്റി, പല റേസ്, പല നാഷണാലിറ്റിയിലുള്ള ആളുകളെല്ലാവരെയാണ് ഇവിടെ പീപ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു രാജ്യത്തിന് പോലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, എല്ലാ രാജ്യങ്ങളിൽ നിന്ന് കണക്റ്റഡ് ആണ്. ഓക്കെ, അതായത് എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലിവ് അപ്പാർട്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആർക്കും അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ക്ലോസ്ലി കണക്റ്റഡ് ആണ്, ഒറ്റ രാജ്യത്തിനും ഒറ്റയ്ക്ക് ജീവിക്കാനും പറ്റില്ല, എല്ലാവർക്കും വേണം. Peace is said to be indivisible, so is freedom, so is prosperity now, and so also is disaster in this one world that can no longer be split into isolated fragments. പീസ് എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ വേൾഡിലെ ഒരു ഭാഗം പ്രശ്നത്തിലാണെങ്കിൽ അതെല്ലാവരെയും എഫക്റ്റ് ചെയ്യും, അല്ലേ? അതേപോലെ തന്നെയാണ് ഫ്രീഡം, പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പിനെസ്, വെൽത്ത്, എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ, അതും സെയിം തന്നെയാണ്. ഇപ്പോൾ വേൾഡ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ്, അത് പല പല പാർട്സ് ആക്കി നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല, ഐസൊലേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കാൻ പറ്റില്ല. അതായത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ലാണ്ട് നിൽക്കുന്ന കുറേ പാർട്സ്, കുറേ ഭാഗങ്ങളാവാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം തന്നെയാണ്. ഓക്കെ, the world is now one whole and cannot be divided into separate part. Okay, yes. Then to the people of India whose representatives we are, we make an appeal to join us with the faith and confidence in this great adventure. അതായത് ഇവിടെ to the people of India, അതായത് എല്ലാ ഇന്ത്യൻസിനോടും പറയാണ്, whose representatives we are, അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. we make an appeal to join us,
ഞങ്ങളൊരു അപ്പീൽ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തിനാണ്? ടു ജോയിൻ അസ്, ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണം. വിത്ത് ഫെയ്ത്ത്, വിശ്വാസത്തോടെ, സ്ട്രോങ് ആയിട്ട് ഉള്ള വിശ്വാസത്തോടെ, ആൻഡ് കോൺഫിഡൻസ്, അതേപോലെ എന്താ പറയുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ടും. എന്തിനാണ്? ഇൻ ദിസ് ഗ്രേറ്റ് അഡ്വഞ്ചർ, അതായത് നമ്മളുടെ രാജ്യം ഫ്രീ ആയിട്ടുണ്ട്, ഇനിയൊരു യാത്ര തുടങ്ങണം അല്ലേ? ആ ഒരു യാത്രയിൽ ഈ വേൾഡിലുള്ള എല്ലാവരോടും, അതായത് വേൾഡല്ല, ഈ ഒരു ഇന്ത്യയിലുള്ള എല്ലാവരോടും ജോയിൻ ചെയ്യണം ഇതിലേക്ക് എന്നാണ് പറയുന്നത്, ഈ ഒരു യാത്രയിലേക്ക്. ദിസ് ഇസ് നോ ടൈം ഫോർ പെറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, സ്മോൾ, ഒരു ചെറിയ, ഒരു സില്ലി ആയിട്ടുള്ള ഒരു ആ ഒരു സമയമല്ല. അതിന് വേണ്ടിയിട്ടുള്ള സില്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ്, അതായത് ഹാംഫുൾ ആയിട്ടുള്ള ക്രിറ്റിസിസം ചെയ്യാനുള്ള സമയമല്ല. വെറുതെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കാനും അതായത് വിമർശിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമല്ല. അതേപോലെ നോ ടൈം ഫോർ ഇൽ വിൽ ഓർ ബ്ലെയിമിങ് അതേഴ്സ്. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഹേറ്റ്രഡ്, വെറുപ്പൊക്കെ, ഇൽ വിൽ എന്ന് പറഞ്ഞാൽ ഹേറ്റ്രഡ്, വെറുപ്പും പകയും എല്ലാം വെച്ചുകൊണ്ടിരിക്കാനുള്ള ടൈമല്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനുള്ളൊരു സമയമല്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള സമയമൊന്നുമല്ല. വി ഹാവ് ടു ബിൽഡ് ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ. നമ്മൾക്കൊരു വലിയ, നോബിൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ്, ഒരു വലിയ ഒരു മാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വീട്, ലാർജ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹൗസ് ബിൽഡ് ചെയ്യണം. എന്തിൻ്റെ? ഓഫ് ഫ്രീ ഇന്ത്യ, ഫ്രീ ആയിട്ടുള്ള ഇന്ത്യയുടെ. വേർ ഓൾ ഹെർ ചിൽഡ്രൻ മേ ഡ്വെൽ, അവിടെ ഇന്ത്യയുടെ എല്ലാ കുട്ടികളും, അതായത് ഇന്ത്യയുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ത്യൻസും അവിടെ ഡ്വെൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിവ്, ജീവിക്കണം. എങ്ങനെ? ഹാപ്പിലി ആൻഡ് ഈക്വലി ജീവിക്കാനുള്ള ഒരു ഇന്ത്യ നമുക്ക് ബിൽഡ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ സ്പീച്ച്. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. ഹി വാസ് ബോൺ ഇൻ അലഹാബാദ്, ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രയാഗ്രാജ് എന്നാണ്. മോട്ടിലാൽ നെഹ്റുവിൻ്റെ എൽഡസ്റ്റ് സണ്ണാണ്. അതേപോലെ സ്വരൂപ് റാണി തുസു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എൽഡസ്റ്റ് സണ്ണാണ്. ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യയിലൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. ഓഗസ്റ്റ് 1947 മുതൽ അദ്ദേഹം മരണം വരെ നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, അദ്ദേഹം നല്ലപോലെ എഴുതുന്ന ഒരാളായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ വർക്ക്സ് ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് പേര് വായിച്ച് ഫേമസ് വർക്ക്സ് അദ്ദേഹം കുറേ എഴുതിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ സ്പീച്ച്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ആക്ടിവിറ്റീസിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.